ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഒരു യോഗിയുടെ മനസ്സ് എങ്ങനെയുള്ളതാകണം? ദുഃഖം അനുഭവിക്കുന്നവരോട് ദയ ഉണ്ടാകണം. അവരെ സഹായിക്കുന്നത് സംതൃപ്തി നൽകും. വിദ്വാൻമാരോടും പരോപകാരികളോടും പ്രസന്നത ഉണ്ടാകണം. ഇത്തരത്തിലുള്ള സമീപനങ്ങൾ മനസ്സിന് ആനന്ദം പകരുകയും ഏകാഗ്രത നൽകുകയും ചെയ്യുന്നു. ഒരു ലൗകികനെ സംബന്ധിച്ചിടത്തോളം തികച്ചും ശരിയായ ഭക്തിമാർഗം തന്നെയാണ് ഈശ്വരവിശ്വാസവും നിരന്തരമായ പ്രാർത്ഥനയും. അതിനാൽ വിശ്വാസത്തോടെ ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കുകയും ഇഷ്ടമുള്ള രൂപത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഫലം നല്ലതു തന്നെയായിരിക്കും. ഇനി ഇന്നത്തെ സന്ധ്യാനാമത്തിന്റെ സമയമാണ്. കേൾക്കാം. കോലാഹലരുചി ഹുങ്കാരാധികൾ ഘോരാർണവമൊടുമരുവീടുന്നു. കോലാഹലരുചി ഹുങ്കാരാധികൾ ഘോരാർണവമൊടുമരുവീടുന്നു. നാനാദുരിതമൊടുലകുഴലുമ്പോൾ നാരായണീയേ നീയേ ശരണം. കോലാഹലരുചി ഹുങ്കാരാധികൾ ഘോരാർണവമൊടുമരുവീടുന്നു. നാനാദുരിതമൊടുലകുഴലുമ്പോൾ നാരായണീയേ നീയേ ശരണം. നാദരൂപിണി വേദരൂപിണി ശക്തിരൂപിണി അംബികേ ദേവി ദേവി മഹാഭയങ്കരി ഭദ്രകാളി നമോസ്തുതേ. നാദരൂപിണി വേദരൂപിണി ശക്തിരൂപിണി അംബികേ ദേവി ദേവി മഹാഭയങ്കരി ഭദ്രകാളി നമോസ്തുതേ. ആലോലായുധ നേത്രാംബുദിയിൽ ഇലോകാതിരസം കണ്ടിടും. ആലോലായുധ നേത്രാംബുദിയിൽ ഇലോകാതിരസം കണ്ടിടും. ലീലാലാളിത ലളിതേ സുഭഗേ ലീലാലാളിത ലളിതേ സുഭഗേ നീലേ നയനേ നീയേ ശരണം. ലീലാലാളിത ലളിതേ സുഭഗേ നീലേ നയനേ നീയേ ശരണം. ഈശ്വരീ മാഹേശ്വരി ജഗദീശ്വരി പരമേശ്വരി. ഈശ്വരീ മാഹേശ്വരി ജഗദീശ്വരി പരമേശ്വരി. ഉഗ്രരൂപിണി ഘോരരൂപിണി ഭദ്രകാളി നമോസ്തുതേ. ഈശ്വരീ മാഹേശ്വരി ജഗദീശ്വരി പരമേശ്വരി. ഉഗ്രരൂപിണി ഘോരരൂപിണി ഭദ്രകാളി നമോസ്തുതേ. കാണായ ചരാചരമാകവേ നേരിൻ കാന്തി കൊടുപ്പവളേ ജയ. കാണായ ചരാചരമാകവേ നേരിൻ കാന്തി കൊടുപ്പവളേ ജയ. മാധവിമാരാരി മകളെ മണി മാധവിമാരാരി മകളെ മണി. മാതംഗി ജയ ഭഗവതി ജയ ജയ. മാധവിമാരാരി മകളെ മണി. മാതംഗി ജയ ഭഗവതി ജയ ജയ. ഉഗ്രദാരിക വിഗ്രഹം കരണീയമായി ഭവിച്ചൊരു. ഉഗ്രദാരിക വിഗ്രഹം കരണീയമായി ഭവിച്ചൊരു. ഉഗ്രരൂപിണി ഘോരരൂപിണി ഭദ്രകാളി നമോസ്തുതേ. ഉഗ്രദാരിക വിഗ്രഹം കരണീയമായി ഭവിച്ചൊരു. ഉഗ്രരൂപിണി ഘോരരൂപിണി
ഭദ്രകാളി നമോസ്തുതേ. കാളമേഘനിറം കലർന്നതിൽ ഗാത്രവും കരകാരതിൽ, കാളമേഘനിറം കലർന്നതിൽ ഗാത്രവും കരകാരതിൽ, ചാരികന്റെ ശിരസ്സുമായി വിളയാടും അംബികെ പാഹിമാം. കാളമേഘനിറം കലർന്നതിൽ ഗാത്രവും കരകാരതിൽ, ചാരികന്റെ ശിരസ്സുമായി വിളയാടും അംബികെ പാഹിമാം. രക്ഷയജ്ഞ വിനാശിനി സതി നീലകണ്ഠ കുടുംബിനി, രക്ഷയജ്ഞ വിനാശിനി സതി നീലകണ്ഠ കുടുംബിനി, യജ്ഞശാല തകർത്തു താണ്ഡവ നൃത്തമാടിയ ശങ്കരി. രക്ഷയജ്ഞ വിനാശിനി സതി നീലകണ്ഠ കുടുംബിനി, യജ്ഞശാല തകർത്തു താണ്ഡവ നൃത്തമാടിയ ശങ്കരി. ഈശ്വരി മാഹേശ്വരി ജഗദീശ്വരി പരമേശ്വരി, ഈശ്വരി മാഹേശ്വരി ജഗദീശ്വരി പരമേശ്വരി, ഉഗ്രരൂപിണി ഘോരരൂപിണി ഭദ്രകാളി നമോസ്തുതേ. ഈശ്വരി മാഹേശ്വരി ജഗദീശ്വരി പരമേശ്വരി, ഉഗ്രരൂപിണി ഘോരരൂപിണി ഭദ്രകാളി നമോസ്തുതേ. ഉഗ്രരൂപിണി ഘോരരൂപിണി ഭദ്രകാളി നമോസ്തുതേ. മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ രചയിതാവും അതിലെ പരമ്പരയുടെ മുഖ്യ കണ്ണിയുമാണ് വ്യാസൻ. വ്യാസജയന്തി പ്രമാണിച്ച് ഇന്നത്തെ കഥയമമ്മ വ്യാസനെ കുറിച്ചാണ്. കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഭാരതമെമ്പാടും വേദവ്യാസ ജയന്തിയായി ആഘോഷിക്കുന്ന ദിവസമാണ്. ഇന്നേ ദിവസം ആ വേദവ്യാസ മഹർഷിയുടെ അവതാര കഥ വ്യാസ ജയന്തി എങ്ങനെയാണ് പുരാണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നുള്ള കഥയാണ് കഥയമമ്മയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ മുൻപ് അധ്യായങ്ങളിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഭാരതത്തിൻ്റെ സനാതനധർമ്മ പാരമ്പര്യത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് വേദങ്ങളാണ്. ആ വേദങ്ങളെ ഇന്ന് കാണുന്ന തരത്തിൽ വിഭാഗങ്ങളാക്കി തിരിച്ച് ഉപനിഷത്തുക്കളും പുരാണങ്ങളും എന്ന് വേണ്ട ബ്രഹ്മസൂത്രം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത് ഈ ധർമ്മത്തെ ഇത്രയധികം സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാക്കി മാറ്റിയ ആ വേദവ്യാസ മഹർഷിയെ നമുക്ക് നമസ്കരിക്കാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമഃ എന്നുള്ള ആ ഒറ്റ ശ്ലോകം കൊണ്ട് തന്നെ വ്യാസമഹർഷി എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാക്കി തരുന്നുണ്ട്. ആ നാരായണനായിരിക്കുന്ന വ്യാസമഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വ്യാസൻ എന്ന് വിളിക്കപ്പെടുന്നത് ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച പേരാണ് എന്ന് നമ്മൾ പറയണ്ടായി. വേദങ്ങളെ വിഭജിച്ചത് കൊണ്ട് വ്യസിച്ചത് കൊണ്ട് വ്യാസനായി തീർന്നു. ഓരോ കാലഘട്ടത്തിലും നിരവധിയായിട്ടുള്ള വ്യാസന്മാരുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു ചതുർയുഗത്തിൽ അടുത്ത ഭാഗത്തും ഒരു വ്യാസൻ വരുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കാം. എന്നാലും നമുക്ക് ഏറ്റവും പരിചയമുള്ള കൃഷ്ണദ്വൈപായന വ്യാസൻ എന്ന് പേരോട് കൂടിയിട്ടുള്ള ആ വ്യാസനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മഹാഭാരതം നമുക്ക് എഴുതി തന്നിട്ടുള്ള, പുരാണങ്ങൾ 18 നമുക്ക് തന്നിട്ടുള്ള, സാക്ഷാൽ ശ്രീമദ് ഭാഗവതം നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ആ വേദവ്യാസ മഹർഷി എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജന്മം എടുത്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വ്യാസമഹർഷിയുടെ അച്ഛൻ്റെ പേര് പരാശരമുനി എന്നാണ്. അമ്മയുടെ പേര് സത്യവതി എന്നാണ്. അവർക്ക് നിരവധിയായിട്ടുള്ള പേരുകൾ പറയാറുണ്ട്. മത്സ്യഗന്ധി എന്ന് പറയുന്നൊരു പേര് പറയാറുണ്ട്. ഒപ്പം തന്നെ കാളി എന്ന് പറയുന്നൊരു പേര് പറയാറുണ്ട്. എന്തു തന്നെ ആയാലും അവർ മത്സ്യബന്ധന വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കടത്ത് വിഭാഗത്തിൽപ്പെട്ട, തോണിക്കടത്തൊക്കെ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു കന്യകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ പരാശരമുനി നദി കടക്കാനായി ഈ മത്സ്യഗന്ധി എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ത്രീയുടെ സമീപത്തെത്തുകയും അവരൊരുമിച്ച് ആ വഞ്ചിയിൽ യാത്ര ചെയ്യുകയായിരുന്നു.
ആ സമയത്ത് മത്സ്യഗന്ധി എന്ന് വിളിക്കപ്പെടുന്ന ഈ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ പരാശര മുനി അത്യധികം ആകൃഷ്ടയായി എന്നും അവളുടെ മത്സ്യഗന്ധമൊക്കെ പോയി ഇനി മനോഹരമായിട്ടുള്ള സുഗന്ധം ശരീരത്തിൽ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ആ ദ്വീപിൽ വെച്ച് പരാശര മുനിക്കും സത്യവതിക്കും ജനിച്ചിട്ടുള്ള ബാലനാണ് കൃഷ്ണൻ എന്ന് വിളിപ്പേരോട് കൂടിയിട്ടുള്ള, ആ കുട്ടിയെ കാണാൻ കറുത്ത നിറമായിരുന്നു, അതുകൊണ്ട് കറുത്ത നിറത്തോട് കൂടിയവൻ എന്നർത്ഥമുള്ള കൃഷ്ണൻ എന്നുള്ള പേരും ദ്വീപിൽ വെച്ച് ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ എന്നുള്ള പേരും ചേർത്ത് കൃഷ്ണദ്വൈപായന വ്യാസൻ എന്ന പേര് അദ്ദേഹത്തിന് സിദ്ധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പരാശരമുനിയും സത്യവതിയാണ് അമ്മ എന്ന് ഞാൻ പറഞ്ഞു. ആ ജന്മം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം തപസ്സിന് പോവുകയാണ് ചെയ്തത്. എത്രയോ ദീർഘനാൾ അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് സരസ്വതി തീരത്താണ്. സരസ്വതി തീരത്ത് അദ്ദേഹം വന്ന് തൻ്റെ തപസ് പൂർത്തിയാക്കി പിന്നീടാണ് രചനാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ജന്മത്തെ അദ്ദേഹം മാറ്റിവെക്കുന്നത്. നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാക്ഷാൽ മഹാഭാരതം, 18 പുരാണങ്ങൾ, ഭഗവത്ഗീത മഹാഭാരതത്തിൽ ഉൾപ്പെടുന്നു, സഹസ്രനാമം മഹാഭാരതത്തിൽ ഉൾപ്പെടുന്നു. ഭഗവത്ഗീതയുടെ തന്നെ നിരവധിയായിട്ടുള്ള ഭാഷ്യങ്ങളുടെയൊക്കെ തന്നെ ഏറ്റവും ഔന്നത്യത്തിലുള്ള രൂപമായിട്ടുള്ള ബ്രഹ്മസൂത്രം, ഇന്ന് തുടങ്ങി എന്തൊക്കെ ഗ്രന്ഥങ്ങൾ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടോ അതിൽ നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും സംഭാവന ചെയ്തിട്ടുള്ളത് ഇതേ വ്യാസമഹർഷിയാണ്. ആ വ്യാസമഹർഷിയുടെ കൈകളിൽ നിന്ന് പിറന്നു വീണ ഗ്രന്ഥങ്ങളുടെ സമ്പത്തിന് പുറത്താണ് ഈ ഭാരതത്തിൻ്റെ സംസ്കൃതി നമ്മൾ പടുത്തുയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഗുരുപൂർണിമയായിട്ടും നമ്മൾ ആചരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം സാധാരണ രീതിയിൽ രേവതി നക്ഷത്രമായിട്ടാണ് കണക്കാക്കാറുള്ളത്. ആ വ്യാസമഹർഷിയുടെ ആ രചനാ പാടവത്തിൻ്റെ ബാഹുല്യം കൊണ്ടാണ് വൈദേശിക ശക്തികൾക്ക് പോലും ഈ ധർമ്മത്തെ ദീർഘനാൾ അവരുടെ ഭരണത്തിന് കീഴിൽ കിട്ടിയിട്ടും മുഴുവനായും പരിവർത്തനം ചെയ്യാൻ സാധിക്കാതെ പോയത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. കാരണം എപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ളത് പോലെ ഈ അപൗരുഷങ്ങളായിട്ടുള്ള വേദങ്ങളെ തന്നെ വിഭജിക്കാനുള്ള ശേഷി ഒരാൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത്രയധികം പാഠവും അദ്ദേഹത്തിന് ഉണ്ടാവണം. അത് സാക്ഷാൽ ബ്രഹ്മത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ആ ബ്രഹ്മാംശം തന്നെയാണ് വ്യാസമഹർഷിയിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. ഓരോ കാലഘട്ടത്തിലും വേദവ്യാസ മഹർഷി അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള ശിഷ്യന്മാരെ, തൻ്റെ മക്കളെയൊക്കെ തന്നെ താൻ എഴുതിയിട്ടുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള വൈശമ്പായൻ ഉൾപ്പെടെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിട്ടുള്ള ശ്രീശുകൻ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള മഹാത്മാക്കളെ കൂടി ഈ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാൻ വേദവ്യാസ മഹർഷിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ അറിവിൻ്റെ പ്രതീകമായിട്ടാണ് വ്യാസനെ നമ്മൾ കണക്കാക്കുന്നത്. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇന്നും വ്യാസമഹർഷിയുടെ അനുഗ്രഹത്തിനായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തെ പോലെ രചനാപാടവം തങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയോ യുവാക്കൾ ഈ ഭാരത സംസ്കൃതിയുടെ ഭാഗമായിക്കൊണ്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ അറിവിലേക്ക് വേണ്ടി പറയുന്ന സമയത്ത് സാക്ഷാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ നമ്മുടെയൊക്കെ തന്നെ അഭിമാനമായിട്ടുള്ള ആ ക്ഷേത്ര സമുച്ചയത്തിനകത്ത് വേദവ്യാസ മഹർഷിക്ക് പ്രത്യേകം സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ വേദവ്യാസ മഹർഷിയെ ഇന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ജയന്തി ദിവസം സ്മരിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യത്തെ, അതിനെ നന്ദിയോടുകൂടി അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ തന്നെ ആ പുണ്യത്തെ സമർപ്പിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളിലും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ഈ മാറ്റങ്ങൾ ഭക്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിലാകരുത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. അരുവിക്കര ദേവീക്ഷേത്രം. അതിമനോഹരമായ പ്രകൃതി, വിസ്തൃതമായ ശിലാതലങ്ങൾ, നൂറ്റാണ്ടുകളായി ജലപ്രവാഹത്തിന്റെ തലോടലേറ്റ് മിനുസമുള്ള വഴുക്കൻ പാറകളിൽ സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോഴുള്ള ഇന്ദ്രനീല തിളക്കം.
മഞ്ജുളവാഗ്മയ നിർജിത ക്ഷീരകലേ ചലരാജസുകന്യകേ പാലയ ഹേ ലളിതാ പരമേശ്വരി മാമപരാധിനമംബികേ. പാറക്കെട്ടുകൾ പരവതാനി വിരിച്ച വഴികളിലൂടെ മഴക്കാലത്ത് ധൃതിയോടെയും വേനൽക്കാലത്ത് മന്ദമായും പദം വച്ചൊഴുകുന്ന കാട്ടരുവി, അരുവിയെ നിയന്ത്രിക്കാൻ ഒരുക്കിയിരിക്കുന്ന അണക്കെട്ട്. ഈ വന്യമായ സൗന്ദര്യപ്രവാഹത്തിന്റെ കരയിൽ ഭക്തജനങ്ങളെ ധന്യരാക്കി കുടികൊള്ളുന്ന പ്രപഞ്ചശക്തിയായ മഹാമായ ഇത് അരുവിക്കര ദേവീക്ഷേത്രം. പാലയ ഹേ ലളിതാ പരമേശ്വരി മാമപരാധിനമംബികേ. ശ്രീലളിതേ മൂകാംബികേ. തിരുവനന്തപുരം നഗരപരിധിക്കും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അരുവിക്കര. ഈ നദി ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായതുകൊണ്ടാണ് തലപ്പേര് പോലും അരുവിക്കരയായി മാറിയത്. ആറ്റിലേക്ക് അല്പം ഇറങ്ങി ആറ്റിലെ പ്രവാഹത്തെ അല്പം ചെറുത്തുകൊണ്ട് ഉയർന്നു പരന്നു കിടക്കുന്ന പാറ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി. കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ 3 വാതിൽ നടകളുണ്ട്. അരുവിക്കര അമ്മ എന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയാണ് ശ്രീകോവിലിനുള്ളിൽ. ഒറ്റ പീഠത്തിലാണ് ദേവിമാർ കുടികൊള്ളുന്നത്. നടുക്ക് വൈഷ്ണവിയാണ്. ഇടതുഭാഗത്ത് വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നിവരാണ്. വലതുവശത്ത് കൗമാരി, ബ്രാഹ്മി, മഹേശ്വരി എന്നീ ക്രമത്തിലാണ് ദേവതമാർ കുടിയിരിക്കുന്നത്. അഭിമുഖമായി വീരഭദ്രന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുമുണ്ട്. കൂടാതെ നാഗരാജാവ്, നാഗയക്ഷി, ശാസ്താവ് എന്നീ ഉപദേവന്മാരുടെ ആരാധനാലയങ്ങളും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ കൽമണ്ഡപം കാണാം. അവിടെ നിന്നും കിഴക്കോട്ടുള്ള വഴി ആറ്റുകടവിലേക്ക് നീളുന്നു. വ്യാസനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അമ്പലമാണിത് എന്നും ആദ്യം ചെങ്ങന്നൂർ ആലപ്പുറത്ത് മഠക്കാരുടെ വകയായിരുന്നു ഇതെന്നും പിന്നീട് തിരുവിതാംകൂറിലെ അമ്മമഹാറാണി ഏറ്റെടുത്തു എന്നും വിശ്വസിക്കപ്പെടുന്ന ഈ അമ്പലം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വകയാണ്. താഴമൺ മഠത്തിന്റെ താന്ത്രിക ചിട്ടകൾക്കനുസരിച്ചാണ് ഇവിടത്തെ ചടങ്ങുകൾ. ആറ്റുകടവിലെ പാറമേൽ കാൽപ്പാടുകൾ പതിഞ്ഞതുപോലെ കാണപ്പെടുന്ന അടയാളങ്ങളുണ്ട്. ഇതിന് തൃക്കാൽവട്ടം എന്നാണ് പറയാറ്. ഈ അടയാളത്തെ സംബന്ധിച്ചും ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ദൂരദേശത്തു നിന്നും കാൽനടയായി യാത്ര തിരിച്ച ദേവി ക്ഷേത്രത്തിന് അക്കരെയായി കാണുന്ന കുന്നിൻ മുകളിലെത്തി. മുന്നിൽ കുത്തിയൊഴുകുന്ന ആറൊഴുക്കിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം നോക്കി ദേവി ആറ് ചാടിക്കടന്നു. ഇക്കരെ പാറയിലെത്തിയ ദേവി തനിക്ക് കുടിയിരിക്കാൻ പറ്റിയ സ്ഥലം തിരഞ്ഞെടുത്തു. അങ്ങനെ പാറയിൽ ദേവിയുടെ കാൽ പതിച്ച ഭാഗത്ത് ഇന്ന് കാണുന്ന അടയാളം രൂപപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ആറ്റിൽ ക്ഷേത്രത്തിന് സമീപം കൂട്ടമായി വസിക്കുന്ന മത്സ്യങ്ങളെ നമുക്ക് കാണാം. മനുഷ്യരെ കണ്ടാൽ ഇവ പൊന്തി വരും. മത്സ്യങ്ങളെ ഊട്ടുക എന്നൊരു ചടങ്ങുണ്ട് ഇവിടെ. പാലുണ്ണി, അരിമ്പാറ മുതലായവ മാറിക്കിട്ടാനാണ് ഈ വഴിപാട്. അരിയും തേങ്ങയും പൂജിച്ച് മത്സ്യങ്ങൾക്ക് ഇട്ടുകൊടുക്കുക എന്നതാണ് ഇതിലെ ചടങ്ങ്. മുൻകാലങ്ങളിൽ ധാരാളം ആൾക്കാർ ഇതിനായി എത്തിച്ചേരുമായിരുന്നു. ഈ ക്ഷേത്രത്തിലെ ഉപദേവനായ ശാസ്താവിൻ്റെതായിരുന്നു ഈ മത്സ്യങ്ങൾ എന്നാണ് വിശ്വാസം. പണ്ട് കോതമ്പി മലയിലായിരുന്നു ശാസ്താക്ഷേത്രം. 6 കടന്നു വേണം അവിടെ എത്തിച്ചേരാൻ. ശാസ്താക്ഷേത്രത്തിന് മുന്നിലുള്ള ആറ്റുനീരിലായിരുന്നു ഈ മത്സ്യങ്ങളുടെ വാസം. പിന്നീട് ശാസ്താവിനെ അവിടെ നിന്നും കൊണ്ടുവന്ന് സപ്തമാതാക്കളുടെ തിരുസന്നിധിയിൽ പ്രതിഷ്ഠിച്ചു. ശാസ്താവിന് പിന്നാലെ എത്തിയ മത്സ്യങ്ങൾ അന്നു മുതൽ ഈ ക്ഷേത്രത്തിന് സമീപം വസിക്കാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം. മത്സ്യത്തിന് അരിയും പൂവും ഇടുന്ന പ്രധാന വഴിപാടാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും വളരെയധികം ആൾക്കാർ ഇവിടെ വന്ന് മത്സ്യത്തിന് അരിയും പൂവും ഇടാറുണ്ട്. പിന്നെ വൃശ്ചിക മാസത്തിലെ ചിറപ്പ് മഹോത്സവം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. മുഴുക്കാപ്പ്, ചിറപ്പ്, മറ്റുള്ള വഴിപാടുകൾ
നടത്തി പ്രസാദം വാങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. മാതൃക്കളിൽ മധ്യസ്ഥയായി കുടിയിരിക്കുന്ന വൈഷ്ണവിയെ സങ്കല്പിച്ചുകൊണ്ടാണ് അരുവിക്കര അമ്മ എന്ന പ്രയോഗം പ്രചരിക്കുന്നത്. ദേവീ പ്രതിഷ്ഠകളുള്ള സ്ഥലങ്ങളിലെല്ലാം അമ്മ എന്ന വിശേഷണം ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവിടെ ആ വിളിപ്പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് 2 വഴിയാത്രക്കാർ ഈ വഴി വരികയായിരുന്നു. നേരം ഇരുട്ടിയതോടെ വിജനമായ ആ സ്ഥലത്ത് വെളിച്ചമില്ലാതെ സഞ്ചരിക്കുക ബുദ്ധിമുട്ടായി മാറി. ആദ്യം കണ്ട വീട്ടിൽ തങ്ങൾക്ക് ഇടം തേടിയെങ്കിലും നടന്നില്ല. അല്പം മുന്നോട്ട് നടന്ന് അരുവി അമ്മേ എന്ന് വിളിച്ചാൽ മതിയെന്നും അപ്പോൾ താമസിക്കാൻ ഇടം കിട്ടുമെന്നും പറഞ്ഞ് വീട്ടുകാർ അവരെ ഒഴിവാക്കി. മുന്നോട്ട് നടന്ന യാത്രക്കാർ വഴിവക്കിൽ ഒരു വെളിച്ചമുള്ള വീട് കണ്ടു. അവിടെ നിന്നുകൊണ്ട് അവർ അരുവിയമ്മയെ വിളിച്ചു. പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു അമ്മ പുറത്തു വരികയും അവരെ സ്വീകരിച്ച് രാത്രി തങ്ങാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. സന്തുഷ്ടരായ യാത്രക്കാർ അവിടെ കിടന്നുറങ്ങി. പുലർച്ചെ അവരുണർന്നപ്പോൾ കണ്ടത് തങ്ങൾ ക്ഷേത്രമണ്ഡപത്തിൽ കിടക്കുന്നതാണ്. രാത്രിയിൽ തങ്ങൾക്ക് വേണ്ട സൗകര്യമൊരുക്കിത്തന്ന അമ്മ ക്ഷേത്രത്തിലെ ദേവി തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് അരുവിക്കരയിലെ ദേവി എല്ലാവർക്കും അമ്മയായി മാറിയത്. ഭക്തർ ഒന്ന് വിളിച്ചാൽ അമ്മ തുണയ്ക്കെത്തുമെന്ന വിശ്വാസവും അങ്ങനെ ദൃഢപ്പെട്ടു. തൃക്കാർത്തിക ദിവസമാണ് പ്രധാന ഉത്സവമായി കൊണ്ടാടുന്നത്. മകനക്ഷത്രത്തിൽ പ്രതിഷ്ഠാവാർഷിക ദിനവും ആചരിക്കുന്നു. ബലിതർപ്പണത്തിന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. വളരെയധികം ഭക്തജനങ്ങൾ കർക്കിടക ബാവുലിക്ക് ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തി സായുജ്യം അടഞ്ഞു പോകുന്നു. രാപ്പകൽ ഭേദമില്ലാതെ ആറ്റുനീർ ജപിക്കുന്ന ഓംകാര മന്ത്രങ്ങളും കേട്ടുകൊണ്ട് ആദ്യന്തരഹിതയും പ്രകൃതി പ്രതീകവും ഭക്തരക്ഷകയുമായ അരുവിക്കര അമ്മയും മറ്റു മാതാക്കളും ഇവിടെ കുടികൊള്ളുന്നു. ഭക്തിയിൽ മുഴുകി ജീവിച്ച് മോക്ഷപദം നേടിയ നിരവധി ഋഷിവര്യന്മാരുണ്ട്. എന്നാൽ ഭക്തിയിലൂടെയും ധ്യാനത്തിലൂടെയും സിദ്ധിക്കുന്നതെല്ലാം സമൂഹത്തിനായി വിതരണം ചെയ്യുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനവും ജ്ഞാനവുമെല്ലാം സമൂഹ നന്മയ്ക്ക് കൂടി ആയിരിക്കട്ടെ. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.